തുടർ പഠനം അവസാനം തൂക്കുകയറിൽ. തനിക്ക് തുടർന്ന് പഠിക്കണമെന്നും താൻ ഒരു യുവതിയാണ് എന്നും കുറഞ്ഞ പ്രായമേ എനിക്കുള്ളൂവെന്നും കോടതി എനിക്ക് കുറഞ്ഞ ശിക്ഷ തരണം എന്നിങ്ങനെയുള്ള ഗ്രീഷ്മയുടെ വാദങ്ങളെല്ലാം നിരർത്ഥകമായി. തുടർ പഠനവും സൗന്ദര്യവും കുറഞ്ഞ പ്രായവും എല്ലാം തൂക്കുകയറിലേക്ക് ഇനി ഗ്രീഷ്മയ്ക്ക് സ്വപ്നങ്ങളൊന്നും ആരോടും പറയുവാൻ അവശേഷിക്കുന്നില്ല. ജീവിതത്തിന്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ടു. നിയമവിരുദ്ധമായി നടത്തിയ കൊടും ക്രൂരതയ്ക്ക് നിയമം നിയമാനുസൃതമായി തന്നെ ഗ്രീഷ്മയുടെ ജീവൻ എടുക്കുകയാണ്. ഹൈക്കോടതി കൂടി അംഗീകരിച്ചാൽ ഗ്രീഷ്മ തൂക്കുകയറിലേക്ക് നീങ്ങും. വധശിക്ഷ വിധിക്കുന്ന കേസുകളിൽ ഹൈക്കോടതിയുടെ അംഗീകാരവും കൂടി ആവശ്യമാണ്. മറ്റൊരു സുപ്രധാനമായ കാര്യം, കേസ് നടത്തുവാൻ വേണ്ടി ഗ്രീഷ്മയുടെ കുടുംബം ഭൂമി വിറ്റ് 50 ലക്ഷം രൂപ വരെ കണ്ടെത്തിയിരുന്നു. കൂടാതെ ലക്ഷക്കണക്കിന് രൂപ മറ്റു വഴികളിലും കൂടി കേസിനായി ചിലവിട്ടു. കോടികൾ മുടക്കി കേസിൽ നിന്ന് ഏത് വിധേനയും തലയുരുവാൻ എല്ലാ നീക്കങ്ങളും നടത്തി. മുൻപ് ജയിലിലായിരുന്നപ്പോൾ തന്റെ ഇളം പ്രായവും കൗതുകമുള്ള നോട്ടവും അതുപോലെ തന്നെ ആകർഷകമായ സൗന്ദര്യവും വെച്ച് പോലീസുകാരെ വരെ മയക്കിയത് നാട്ടിൽ പാട്ടാണ്. ഇതിനിടെ ജാമ്യം ലഭിച്ച ഗ്രീഷ്മ തനിക്കെതിരെ വാർത്തകൾ നൽകി തന്നെ അപമാനിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരുന്നു. ഹൈക്കോടതിയിൽ തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച് ചിത്രങ്ങൾ സഹിതം വാർത്ത കൊടുത്തുവെന്നും പറഞ്ഞായിരുന്നു ഗ്രീഷ്മ ആവലാതിപ്പെട്ടത്. എന്നാൽ പിന്നീട് ഗ്രീഷ്മയുടെ ആവലാതി ഒന്നും തന്നെ ആരും മുഖവിലയ്ക്ക് എടുത്തതുമില്ല. ശിക്ഷാവിധി വരുന്നതിന് മുൻപേ തന്നെ ഗ്രീഷ്മ വളരെ അഹങ്കാരത്തോടെയും ആത്മവിശ്വാസത്തോടെയും തനിക്ക് ജീവപര്യന്തം ലഭിച്ചാലും തന്റെ 37-ാം വയസ്സിൽ പുറത്തിറങ്ങി ആ സമയം ആ നേരം ജീവിച്ചോളം എന്നാണ് പറഞ്ഞത്. എന്നാൽ എല്ലാറ്റിനും അവസാനമായി ഗ്രീഷ്മയ്ക്ക് ലഭിച്ചത് തൂക്കുകയറാണ്. അതുമാത്രവുമല്ല, സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രായം കുറഞ്ഞ ഒരു വ്യക്തിക്ക് വധശിക്ഷ വിധിക്കുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയും പ്രായം കുറഞ്ഞ ഒരാൾക്കും വധശിക്ഷ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, സംസ്ഥാനത്തെ ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന ഏക വ്യക്തി മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെയും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയുടെ അവാർഡും 1-ാം റാങ്കും ഒക്കെ തന്നെ വാരിക്കൂട്ടിയിരിക്കുകയാണ്. ഈ കേസിൽ ശിക്ഷ വിധിച്ചതോടെ തന്നെ സംസ്ഥാനത്തെ വധശിക്ഷ ലഭിക്കുന്ന 3-ാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. ഇതിനു മുൻപ് കോളിളക്കം സൃഷ്ടിച്ച കൊല്ലത്തെ വിധുകുമാരൻ തമ്പി വധക്കേസിൽ 2006 മാർച്ചിലാണ് ആദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. രണ്ടാമത്തേത് വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ 1-ാം പ്രതിയായ റഫീഖ ബീബിക്കാണ് വധശിക്ഷ ലഭിച്ചത്. റഫീഖ ബീബിക്കും ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിച്ചത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി തന്നെയാണ്. മാത്രമല്ല, 2 കേസിലും അഡീഷണൽ ജില്ലാ ജഡ്ജി AM ബഷീർ തന്നെയായിരുന്നു അന്നും വിധി പറഞ്ഞത് എന്നതൊരു മറ്റ് പ്രത്യേകത ഉള്ളൊരു കാര്യമാണ്. 2006 വിധുകുമാരൻ തമ്പി വധക്കേസിൽ പ്രതിയായ വിനീതയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചത്. വിനീതയ്ക്ക് 35 വയസ്സായിരുന്നു. കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ പിന്നീട് മേൽക്കോടതി ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. വിനീത ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലാണുള്ളത്. തിരുവനന്തപുരം മിലിറ്ററി ക്യാമ്പിനടുത്ത് കട നടത്തിയിരുന്ന വിധുകുമാരൻ തമ്പിയെ വിനീതയും മിലിറ്ററി ക്യാമ്പിലെ നഴ്സായിരുന്ന കാമുകനായിരുന്ന രാജീവും ചേർന്ന് ആസൂത്രിതമായി കൊലപ്പെടുത്തുകയാണ് എന്നതാണ് കേസ്. മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ കിടത്തിക്കൊണ്ടുപോയി ഊട്ടിക്കടുത്തുള്ള കൊക്കയിൽ തള്ളുകയായിരുന്നു ചെയ്തത്. ഇന്ന് ഷാരോൺ കേസിൽ വധശിക്ഷ വിധിച്ചതോടെ തന്നെ 55 പേരാണ് വധശിക്ഷ കാത്തു കഴിയുന്നതും. പൂജപ്പുര സെൻട്രൽ ജയിലിൽ മാത്രം 25 പേരാണുള്ളത്. ഒടുവിൽ വധശിക്ഷ നടപ്പിലാക്കിയത് 33 വർഷം മുമ്പായിരുന്നു. ചുറ്റിക കൊണ്ട് 14 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിപ്പർ ചന്ദ്രനെ 1991 കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത്. പൂജപ്പുരയിൽ 1979 കളിയിക്കവിള സ്വദേശിയായ അഴകേശനെയാണ് ഒടുവിൽ തൂക്കിലേറ്റിയതും. ദുർമന്ത്രവാദിനിയായി നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതായിരുന്നു കേസ്. അതേസമയം ഷാരോൺ വധക്കേസിൽ വിധി വന്നതിന് ശേഷം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. ആ കുറിപ്പ് ഒന്ന് വായിക്കാം. അങ്ങനെ അതിലും 1-ാം റാങ്ക് നേടിയിരിക്കുന്നു കുട്ടി, അഭിനന്ദനങ്ങൾ. ഇവൾ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ബഹുമാനപ്പെട്ട നീതിപീഠം നൽകിയിരിക്കുന്നത്. എങ്കിലും ഇതേ ശിക്ഷ നൽകിയ ഗോവിന്ദചാമിയും അമീർ ഇസ്ലാമും ഒക്കെ തന്നെ മട്ടനൊക്കെ അടിച്ച് കൊഴുത്ത് സുന്ദരന്മാരായിട്ട് ഇരിപ്പുണ്ട്. അതിനാൽ അതിനപ്പുറവും ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. മേൽക്കോടതികളിൽ അപ്പീൽ നൽകി വധശിക്ഷ മാറ്റി ജീവപര്യന്തമാക്കും. ഇവിടുത്തെ നിയമങ്ങൾക്ക് ഇനിയും പൊളിച്ചെഴുത്തുകൾ വേണം. അടുത്തൊരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ വ്യക്തമായ പ്ലാനിംഗ് നടത്തി ക്രൂരമായി ഇല്ലാതാക്കുന്ന ഓരോരുത്തർക്കും നൽകേണ്ടത് വധശിക്ഷ തന്നെയാണ്. ഇതായിരുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം. എന്നാൽ ഈ പോസ്റ്റിന്റെ താഴെ വരുന്ന ചില കമന്റുകൾ കൂടെ ഒന്ന് പരിശോധിക്കാം. വിധിയിൽ സന്തോഷമില്ല, കാരണം ഇവിടെ ഒന്നും നടക്കില്ല. വധശിക്ഷ കിട്ടണമെങ്കിൽ ആണുങ്ങൾ ചാകണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സമൂഹം മുഴുവൻ PDSD എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളുടെ കൂടെ തന്നെ നിൽക്കും. വിധിയിൽ സന്തോഷമില്ല, ഇവിടെ ഒന്നും നടക്കില്ല എന്നാണ് പൊതുജനങ്ങളുടെ പ്രതികരണം. സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗ്രീഷ്മയുടെ മിടുക്കൊന്നും തന്നെ കോടതിക്ക് മുന്നിൽ വിലപ്പോയില്ല എന്നതാണ് വാസ്തവം.
അതുമാത്രമല്ല, വിധി കേട്ടിട്ട് പോലും ഒരു കുലുക്കവും ഇല്ലാതെ തന്നെ മൗനമായിട്ടാണ് പ്രതി നിന്നതും. ഇതിനു പിന്നിൽ അതിന്റെ ചേതോവികാരം എന്താണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. കുറ്റബോധമാണോ അതോ മരവിപ്പാണോ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം തികഞ്ഞൊരു മൗനത്തിലായിരുന്നു ഗ്രീഷ്മ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ തന്നെ ഗ്രീഷ്മയുടെ കണ്ണുകൾ നനഞ്ഞെങ്കിലും പിന്നീട് നിർവികാരിയായി നിൽക്കുകയായിരുന്നു. എന്നാൽ കോടതി വിധി പറഞ്ഞതോടെ തന്നെ ഷാരോണിന്റെ അച്ഛനും അമ്മയും തന്നെ പൊട്ടിക്കരയുകയായിരുന്നു എന്നാണ് വിവരം ലഭ്യമായതും. വിധി കേൾക്കാനായി ഇന്ന് ഷാരോണിന്റെ കുടുംബം കോടതിയിലെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.